എറണാകുളം ജില്ലയിലെ ഒരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന 3 വീടുകൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇവിടെ നിന്ന് ഇടപ്പള്ളി, കാക്കനാട്, കളമശ്ശേരി, ആലുവ എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. ഈ കാണുന്ന 3 വില്ലകളും സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി, പുക്കാട്ടുപടി ബസ് റൂട്ടിന് അടുത്തായിട്ടാണ്. നമുക്ക് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അത് കൂടാതെ ഈ 3 വില്ലകളും വരുന്നത് നിങ്ങൾ നോക്കിക്കോളൂ, ടാർ റോഡിന് ഫ്രണ്ടേജ് ആയിട്ടാണ് വരുന്നത്. ടാർ റോഡിൽ നിന്ന് നേരെ നമ്മുടെ വില്ലകളിലേക്കാണ് വരുന്നത്. ഈ കാണുന്ന റോഡ് നോക്കുവാണെങ്കിൽ ഇന്റർലോക്കിംഗ് ടൈലാണ്, നല്ല വൈഡ് ആയിട്ടുള്ള റോഡാണ്. ഒരുപോലുള്ള 3 വീടുകളാണ് നമുക്ക് അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം ഫൈനൽ ഫിനിഷിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു വീടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ലാൻഡ് നോക്കുവാണെങ്കിൽ 4.25 4.25 ആണ്. 4 ബെഡ്റൂമുകളാണ്. 1900 സ്ക്വയർ ഫീറ്റ് ആണ്. 1900 സ്ക്വയർ ഫീറ്റിനകത്ത് നമുക്ക് കാർ പോർച്ചും വർക്ക് ഏരിയ ഒക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പൊ അതും കൂടി ഇൻക്ലൂഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സ്ക്വയർ ഫീറ്റ് വീടിന് കിട്ടുന്നതാണ്. ഭംഗിയുള്ള എലിവേഷൻ ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മൈൻഡിലേക്കൊക്കെ എളുപ്പം കടന്നു കൂടുന്ന ഒരു ഡിസൈൻ ആണ്. ലൈറ്റ് ഗ്രേ ആണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളേഴ്സ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് ചില ഭാഗങ്ങളിലൊക്കെ ഡിസൈനുകൾ വരുന്നുണ്ട്. അവിടെയാണെങ്കിൽ പോലും ഗ്രേക്ക് മാച്ച് ആവുന്ന തരത്തിലുള്ള വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. നമ്മുടെ ആ ഒരു മുകൾ ഭാഗത്ത് ബാൽക്കണിയുടെ പോർഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ അവിടെ എല്ലാം തന്നെ ഭംഗിയായിട്ടുള്ള പാനലിംഗ് വർക്കുകളും സിലിണ്ടർ ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ വീടിന്റെ കാർ പോർച്ച് നിങ്ങൾ നോക്കണ്ട, കാർ പോർച്ച് കൂടി വരാനുണ്ട്. അത് ബിൽഡർ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾ നേരെ കയറി വരുന്ന ഈ ഒരു പോർഷനിൽ നമുക്ക് കാർ പോർച്ച് വരാനുള്ളതാണ്. കോമ്പൗണ്ട് വാളിന്റെ ഔട്ടർ പോർഷനും ഇന്നർ പോർഷനും നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്കാണ്. ഭംഗിയുള്ള ഡിസൈനുകൾ, GA പൈപ്പിന്റെ വർക്കുകൾ വരുന്നുണ്ട്. സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. മെയിൻ പില്ലറുകളിലൊക്കെ ഭംഗിയായിട്ടുള്ള ലാമ്പുകൾ വരുന്നുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന വീടിനകത്തേക്ക് നമ്മൾ നേരെ കടന്നു വരുന്ന സമയത്ത് ഇവിടുത്തെ ഫ്ലോർ നോക്കുവാണെന്നുണ്ടെങ്കിൽ കോബിൾ സ്റ്റോൺസും നോർമൽ ആ ഒരു ടൈലും എല്ലാം മിക്സ് ആയിട്ട് ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു കാർ പോർച്ച് വരാനുണ്ട്. അതുകൂടെ ബിൽഡർ ചെയ്തു തരുന്നതാണ്. ഒന്നാമത്തെ കാർ നിങ്ങൾക്ക് ഇവിടെയാണ് പാർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. രണ്ടാമത്തെ കാർ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ് പാർക്കിംഗ് സ്പേസ് കിട്ടുന്നത്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ പ്ലാന്റ് ബോക്സുകളൊക്കെ വെച്ചിട്ട് അതിനകത്ത് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ വെല്ല് കാണാം. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം. ഭംഗിയായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്ത ലൈറ്റ് ഫിറ്റിംഗും വരുന്നത്. കിണറിന്റെ ഒരു സൈഡിലൂടെ പോകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് പ്ലാന്റ് ബോക്സിന്റെ ഒക്കെ ആ ഒരു സ്പേസിൽ EV വെഹിക്കിൾസ് ചാർജ് ചെയ്യാനുള്ള ചാർജിംഗ് പോയിന്റ് കാണാൻ പറ്റുന്നുണ്ട്. കിണറിന്റെ ബാക്ക് സൈഡിലായിട്ട് നോക്കുവാണെങ്കിലും അവിടെയും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്തു വരുന്ന വഴി വീടിന്റെ റൈറ്റ് സൈഡ് ആണ്. സ്പേഷ്യസ് ആണ് ഏരിയ. ഇവിടെ വർക്ക് ഏരിയ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡിലും നല്ല രീതിയിൽ സ്പേഷ്യസ് ആണ്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയയുടെ ഓപ്പോസിറ്റ് ഡോർ വരുന്നത്. അത് കൂടാതെ ഇവിടെ നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. മതിലിന്റെ ഈ ഒരു ഭാഗമൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെടിച്ചട്ടികളൊക്കെ വയ്ക്കാനായിട്ട് നല്ല രീതിയിൽ ഒരു സ്പേസ് കൂടി കിട്ടുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ നിൽക്കുന്ന സമയത്ത് നല്ല ഡിസൈനിലാണ് പില്ലർ ചെയ്തിരിക്കുന്നത്. റൂഫിന്റെ പോർഷൻ ഞാൻ നിൽക്കുന്ന സിറ്റ് ഔട്ട് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയ LED ലൈറ്റുകൾ വരുന്നുണ്ട്. ടോട്ടലി നല്ല കളർ കോമ്പിനേഷൻ ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 3 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ഇവിടെ തിരിച്ചിരിക്കുന്നത്. ഇതായിട്ടാണ് നമ്മുടെ മെയിൻ ഡോർ വരുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആണ്. കിഴക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ആഞ്ഞലി, മഹാഗണിയിലൊക്കെയാണ് ഇവിടുത്തെ തടികളെല്ലാം തന്നെ വരുന്നത്. വീടിന്റെ ലിവിംഗ് സ്പേസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 11.5 അടി നീളവും 9.5 അടി വീതിയുമാണ് ലിവിംഗ് സ്പേസിന് കിട്ടുന്നത്. ഇത് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ താഴെയുള്ള വിൻഡോസിന്റെ സെയിം പ്രൊപ്പോർഷനിൽ തന്നെയാണ് മുകളിൽ വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. റൂഫിന്റെ ഒരു പോർഷൻ നമുക്ക് കവർ ചെയ്തിട്ടുണ്ട്. അവിടെ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്ക് ചെയ്തിട്ട് അതിന്റെ ലൈറ്റുകളാണ് വരുന്നത്. TV വെക്കാനായിട്ട് ഈ ഒരു വോളിൽ കംപ്ലീറ്റ് ആയിട്ടാണ് വർക്കുകൾ വരുന്നത്. നല്ല ഭംഗിയായ ഡിസൈനിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളർ വരുന്നുണ്ട്, വുഡൻ ഷെയ്ഡ് വരുന്നുണ്ട്. എല്ലാം കൂടി മിക്സ് ആയിട്ട് നമ്മുടെ കണ്ണുകൾക്ക് നല്ലൊരു അട്രാക്ഷൻ തോന്നുന്ന ഡിസൈനുകളാണ് വരുന്നത്. അതുകൂടാതെ താഴെയൊക്കെ നോക്കുവാണെങ്കിൽ ക്ലോസ്ഡ് ഷെൽഫുകൾ വരുന്നുണ്ട്. മുകളിൽ നല്ല ഡിസൈനിൽ തന്നെ ഓപ്പൺ ഷെൽഫും വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ടൊരു വിൻഡോ നിങ്ങൾ കാണുന്നുണ്ട്. അതിനോട് തൊട്ട് സൈഡിൽ തന്നെ ഇവിടെ ആയിട്ടൊരു ഡോറ് കൂടി നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തെ ആ ഒരു ഭാഗത്തേക്ക് ഇറങ്ങാവുന്നതാണ്. നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിലൂടെ പാസ് ചെയ്തു പോയ ഏരിയ ആണ്.
ഇവിടെ നിന്ന് നമ്മൾ ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് സെപ്പറേഷൻ ആയിട്ട് ഈ ഒരു ഭാഗത്ത് നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട്. ഓപ്പൺ ഷെൽഫാണ്, ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വയ്ക്കാനുള്ള ആ ഒരു ഓപ്ഷൻ കൂടി കിട്ടുന്നുണ്ട്. മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് പാനലിംഗ് വർക്കുകളും ഡിസൈനും ഒക്കെയാണ് വരുന്നത്. ഡൈനിങ് ഹാൾ ഇതാണ്. 11 അടി നീളവും 8 അടി വീതിയിലുമാണ് ഡൈനിങ് ഹാൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെപ്സ് ഒക്കെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. ഹാൻഡ് റൈൽസ് ഒക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് വുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിന് താഴെ വരുന്ന ഭാഗങ്ങൾ ഇവിടെ എല്ലാം ഓപ്പൺ ഷെൽഫുകളാണ്. ഇവിടെ നമുക്ക് ക്ലോസ്ഡ് കബോർഡ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻവെർട്ടർ വെക്കാനൊക്കെ ഈ ഒരു പോർഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ട് തന്നെ വാഷ് ഏരിയയും വരുന്നുണ്ട്. സെപ്പറേറ്റ് ഒരു ഏരിയ അതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടാണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. ബ്ലാക്ക് കളറിലാണ്. സാനിറ്ററി ഒക്കെ നോക്കുവാണെങ്കിൽ ജെറയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതിന്റെ ഔട്ടർ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാനലിംഗ് വർക്കുകൾ, LED സ്ട്രിപ്പുകൾ, ബൾബുകൾ എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് വർക്കുകൾ വരുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. എൻട്രൻസ് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് മുകളിൽ നോക്കുവാണെങ്കിൽ ഹാങ്ങിങ് ലൈറ്റും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് നിങ്ങൾക്ക് 3 ലെയറുകളിലായിട്ട് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലുമാണ്. മുകളിലുള്ള 2 ലെയറുകളുടെ ഇൻബിറ്റ്വീൻ പോർഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ അവിടെയൊക്കെ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ പെയിന്റിന് മാച്ച് ചെയ്തിട്ട് തന്നെയാണ് വാർഡ്രോബുകളും കബോർഡുകളും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമുക്ക് കൗണ്ടർ ടോപ്പ് പോർഷന്റെ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഇതുപോലെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ആണ് കിട്ടുന്നത്. കിച്ചന്റെ മെയിൻ പോർഷനിൽ കൗണ്ടർ ടോപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സിങ്കും പൈപ്പ് കണക്ഷനും ഇവിടെ വരുന്നുണ്ട്. അതിന് തൊട്ട് ബാക്കിലായിട്ടാണ് 3 വിൻഡോസ് വരുന്നത്. കിച്ചന്റെ റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡോർ തുറന്നാൽ നേരെ വർക്ക് ഏരിയയിലേക്കാണ് ഇറങ്ങുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. നിറയെ കബോർഡുകളാണ്. കൗണ്ടർ ടോപ്പ് നമുക്ക് ചെയ്യാനുണ്ട്. അവിടെയായിട്ട് നമുക്ക് ഒരു സിങ്കിനുള്ള പ്രൊവിഷൻ കൂടി വരുന്നതാണ്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുവാണെങ്കിൽ ഇവിടെയൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. നിങ്ങൾക്ക് മുകളിൽ വാഷിംഗ് മെഷീൻ വെക്കാൻ താല്പര്യമില്ല എങ്കിൽ നമുക്ക് ഈ താഴെ ഈ ഒരു പോർഷനിൽ വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാനും കൂടി നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. 2 സൈഡിലായിട്ടാണ് ബെഡ്റൂമുകൾ. നല്ല രീതിയിൽ പ്രൈവസി നിലനിർത്തിക്കൊണ്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെ നല്ലൊരു മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12 അടി നീളവും 10 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് നല്ല ഭംഗിയുള്ള ലൈറ്റ് ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഡോറുകൾ സ്ലൈഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ നിങ്ങൾക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. മിറർ വരുന്നുണ്ട്. ഡ്രോസും ഓപ്പൺ ഷെൽഫുകളും ഒക്കെ ആയിട്ടാണ് ഇവിടെ ഈ ഒരു ഡ്രസ്സിംഗ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ടൈലുകൾ നോക്കുവാണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടും സ്റ്റൈൽ ആയിട്ടും ലൈറ്റ് ഷെയ്ഡ് വരുന്ന ടൈലുകളാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ജെറേഡിയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. താഴത്തെ ഫ്ലോറിലുള്ള 2ാമത്തെ ബെഡ്റൂം നമുക്ക് കണ്ടു നോക്കാം. ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു വോൾ ഉണ്ട്. ഈ ഒരു വോളിൽ നമുക്ക് നല്ല രീതിയിലാണ് വുഡൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ അതിന്റെ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് 14.5 അടി നീളത്തിൽ 9.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഈ കടുത്ത 3 വിൻഡോസിന്റെ കംപ്ലീറ്റ് ആയിട്ട് 2 സൈഡിലായിട്ടാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. എല്ലാം നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ്. ഇവിടെയൊക്കെ നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയും ഡ്രോസ് ആണ് വരുന്നത്. ബാക്കി 2 വിൻഡോസ് ഈ കാണുന്ന വോളിലാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ഡിസൈനുകളും ഒക്കെയാണ് കിട്ടുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ ഫിറ്റിംഗ്സ് ഇവിടെയും ജെറേഡയാണ്. ഈ ഒരു ബാത്റൂമിൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ വരുന്നത് ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ചെറിയൊരു ഹാള് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് തന്നെയാണ്. TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ഈ ഒരു വോളിലാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായ ഡിസൈനിലാണ് ഇവിടുത്തെ കബോർഡുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയൊക്കെ നിറയെ ക്ലോസ്ഡ് കബോർഡുകൾ കിട്ടുന്നുണ്ട്. നമുക്ക് ചെറിയൊരു ടേബിൾ ഫെസിലിറ്റി കൂടി അവിടെ കിട്ടുന്നുണ്ട്. ലാപ്ടോപ്പ് ഒക്കെ വെച്ച് വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യാം. വിൻഡോസ് ഈ ഒരു ഭാഗത്ത് 3 എണ്ണമാണ് നമുക്ക് കിട്ടുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളാണ് വരുന്നത്. LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ കൊടുത്ത് നല്ല രീതിക്ക് തന്നെയാണ് ഡിസൈനുകളെല്ലാം തന്നെ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഡോറ് കിട്ടുന്നുണ്ട്. ഇത് മുകളിലെ സ്റ്റെയർ കേസിലേക്ക് പോകാനുള്ള ആ ഒരു സ്റ്റെപ്പാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഹാളിനെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ഇവിടെ എല്ലാം ഏരിയ വളരെ സ്പേഷ്യസ് ആണ്. യാതൊരു കൺജസ്റ്റഡും അല്ലാതെ വളരെ സ്പേഷ്യസ് ആയ ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്.
ഞാൻ നിൽക്കുന്നതിന്റെ രണ്ട് ഭാഗത്തായിട്ടാണ് നമുക്ക് ബാക്കിയുള്ള 2 ബെഡ്റൂമുകൾ കൂടി കാണാനുള്ളത്. ബെഡ്റൂമുകളുടെ എല്ലാം ഡോറുകളുടെയൊക്കെ പാറ്റേൺ സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. റൂഫിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് നോക്കുവാണെങ്കിൽ നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന മോഡലിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ അഡീഷണൽ ആയിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ നേരത്തെ താഴെ കണ്ടതുപോലെ തന്നെ നല്ല രീതിയിൽ സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെയും ഫിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ് കാണാനുള്ളത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 14-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസ് ആണ്. നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ അതേ അടുത്ത് തന്നെയാണ് ആ ഭാഗത്ത് 3 വിൻഡോസ് വരുന്നതിന്റെ 2 സൈഡിലായിട്ടാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. റൂഫിനും വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. 4ാമത്തെ ബാത്റൂമിനകത്ത് നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി ഒരു വലിയ ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമുക്ക് ഇവിടുത്തെ ബാൽക്കണി എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് ബാൽക്കണി. ഈ കാണുന്ന പോർഷൻ നമ്മുടെ ലിവിംഗ് സ്പേസിന്റെ ആ ഒരു ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള പോർഷൻ ആണ് നിങ്ങൾ കാണുന്നത്. നേരെ ബാൽക്കണിയിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് ബാൽക്കണിയും ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. മുകളിലൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ പാനലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന ആ ഒരു റോഡിന്റെ വ്യൂ ആണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിലായിട്ടാണ്. ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് പാസ് ചെയ്ത് പോകുന്ന റൂട്ടിനടുത്തായിട്ടാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. ബസ് റൂട്ടിൽ നിന്നൊക്കെ ഏകദേശം 1 കിലോമീറ്റർ, ഏകദേശം 800 മീറ്റർ ഒക്കെയാണ് നമുക്ക് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. മെയിനായിട്ട് എടുത്തു പറയേണ്ടത് പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള 3 വില്ലകളാണ് ഇവിടെ വർക്ക് കഴിഞ്ഞ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഫൈനൽ ഫിനിഷിംഗ് ടച്ചുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ ഒരു വീടാണ് നമുക്ക് ഏകദേശം എല്ലാം കഴിഞ്ഞ് ഫിനിഷിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് കാക്കനാട്, കളമശ്ശേരി, കുസാറ്റ് എല്ലായിടത്തേക്കും വളരെ ഈസിയാണ്. നിങ്ങൾ നോക്കോളൂ, ഇൻഫോ പാർക്കിലേക്ക് വെറും 8 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് നോക്കുവാണെങ്കിലും 8 കിലോമീറ്റർ തന്നെ. കുസാറ്റിലേക്ക്, കളമശ്ശേരിയിലേക്ക് 5.8 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ആലുവ ഭാഗത്തേക്ക് നിങ്ങൾക്ക് 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈസി ആയിട്ട് എത്താം. എയർപോർട്ട് നോക്കുവാണെങ്കിൽ 17 കിലോമീറ്റർ ആണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എയർപോർട്ടിലേക്കും എത്താവുന്നതാണ്. എല്ലാ സ്ഥലങ്ങളിലേക്കും ഈസി ആക്സസ് ആണ്. 4.25 ആണ് ലാൻഡ് അളവ് വരുന്നത്. 4.25 സെന്റിൽ 1900 സ്ക്വയർ ഫീറ്റ്, 1900 സ്ക്വയർ ഫീറ്റിനകത്ത് നമുക്ക് വർക്ക് ഏരിയയും അതുപോലെ കാർപോർച്ചും ഒന്നും ഉൾപ്പെട്ടിട്ടില്ല. അതെല്ലാം എക്സ്ട്രാ നമുക്ക് വരുന്നതായിരിക്കും. വീടിന്റെ കാർപോർച്ച് നിങ്ങൾക്ക് ബിൽഡർ ചെയ്ത് തരുന്നതായിരിക്കും. 4 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഏകദേശം 3 ബാത്റൂമുകളിൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. എല്ലാ സൗകര്യത്തോടു കൂടിയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. 2 കാറുകൾ പാർക്ക് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. വെൽ വാട്ടറും ഉണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,10,00,000 രൂപയാണ്. മാർബിൾ ഹോംസ് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി വാങ്ങി തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീട് ലോൺ വ്യവസ്ഥയിൽ സ്വന്തമാക്കണമെങ്കിൽ അതും മാർബിൾ ഹോംസ് തന്നെ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും പ്രത്യേകിച്ച് വേറെ എക്സ്ട്രാ പേയ്മെന്റുകളൊന്നും കൂടാതെ ഈസിയും ടേംസ് ആൻഡ് കണ്ടീഷനും ചെയ്തു തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും വൈകണ്ട, നമ്പറുകൾ സ്ക്രീനിലുണ്ട്, പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ ലാൻഡുകളുടെ ഒക്കെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.